പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇപ്പം രക്തത്തിലെ പഞ്ചസാര കൂടുന്ന അവസ്ഥ. ഇപ്പം രക്തത്തിലെ പഞ്ചസാര കൂടുന്നത് സാധാരണ നമ്മളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇൻസുലിൻ ഉൽപാദനം ശരിയായി നടക്കാതിരിക്കുക എന്നുള്ള 2 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രമേഹ രോഗം വരുന്നത്. അപ്പോൾ ഈ പ്രമേഹ രോഗം നമുക്ക് 2 തരത്തിലുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസും. ടൈപ്പ് 1 ആണ് സാധാരണ കുഞ്ഞുങ്ങളിൽ കാണുന്ന, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് വരുന്നൊരു പ്രമേഹമാണ്. അത് അങ്ങനെയുള്ള രോഗികളിൽ ഇൻസുലിൻ ഉൽപാദനം തീരെ ഉണ്ടാവില്ല. അവർക്ക് ഇൻസുലിൻ മാത്രമാണ് നമുക്ക് ചികിത്സ. അത് തടയാനായിട്ട് നമുക്കൊന്നും ചെയ്യാൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരം തന്നെ ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ സെൽസിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. അപ്പോൾ ഈ ടൈപ്പ് 2 പ്രമേഹത്തെ നമുക്ക് ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ നമുക്ക് തടയാൻ, ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ ബന്ധുക്കളിൽ ആർക്കെങ്കിലോ പ്രമേഹമുണ്ടെങ്കിൽ നമുക്ക് അതായത് വരും തലമുറയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മളുടെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കുക, അതുപോലെ ചിട്ടയായ വ്യായാമം ചെയ്യുക. ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പ്രമേഹം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റും. പ്രമേഹത്തിന് ഏറ്റവും വലിയൊരു കാരണം പറയുന്നത് അമിതവണ്ണമാണ്. അപ്പോൾ ഈ അമിതവണ്ണം വരാതെ നോക്കുക എന്നുള്ളത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് ശീലിക്കണം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് ഭക്ഷണം കഴിക്കുക, അത് വളരെ പ്രധാനമാണ്. കാരണം രാവിലെ, അതുപോലെ നമ്മളുടെ രാവിലത്തെ ആഹാരം പ്രാതൽ ഒരിക്കലും നമ്മൾ അത് ഒഴിവാക്കാതിരിക്കുക. അതും ഇപ്പോൾ പുതിയ റിസർച്ചൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് ഭാവിയിൽ പ്രമേഹം വരാൻ ഒരു സാധ്യത ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഭക്ഷണം സമയത്തിന് കഴിക്കുക. പിന്നെ 3 നേരമായിട്ട് വലിച്ചുവാരി കഴിക്കാതെ, കഴിക്കുന്ന സമയത്ത് കുറേ കഴിക്കുക, അല്ലാത്തപ്പോൾ കുറേ നേരം കഴിക്കാതിരിക്കുക, അങ്ങനെ ഒരു രീതി ഒരിക്കലും നമ്മൾ അവലംബിക്കരുത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ അളവിൽ കൂടുതൽ ഇടവേളകളായിട്ട് ഭക്ഷണം കഴിക്കണത് വളരെ നല്ലതാണ്. അത് വണ്ണം വരാതിരിക്കാനും പ്രമേഹത്തെ തടയാനും കുറേയധികം സഹായിക്കും. അതുപോലെ ചിട്ടയായ വ്യായാമം, അതായത് ഒരു ദിവസം ചെയ്തു നമ്മൾ പിന്നെ കുറേ കാലം ചെയ്യാതിരിക്കുക, അങ്ങനെയല്ല. നമ്മൾ കഴിയുന്നതും ഒരു ദിവസം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സമയത്ത്, ഇപ്പോൾ രാവിലെയാണോ വൈകിട്ടാണോ എപ്പോഴാണെങ്കിലും ഒരു അരമണിക്കൂറിൽ കൂടുതലെങ്കിലും ഇപ്പോൾ നടക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ യോഗ, എറോബിക് എക്സസൈസോ സൈക്ലിംഗ്, എന്താണോ നമുക്ക് അനുയോജ്യമായത് ആ എക്സസൈസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക. ഒരാഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മിനിമം നമ്മൾ എക്സസൈസ് ചെയ്യണം. അതൊരു 50-55 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ സ്ഥിരം ഡെയിലി തന്നെ ചെയ്യേണ്ടതാണ് നല്ലത്. കാരണം സാർക്കോപ്പീനിയ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മസിലിന് ഒരു ഇത് വരുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരമായി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു വ്യായാമത്തിൻ്റെ ഒരു ഫലം നമ്മൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ തോതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പ്രമേഹത്തെ തടഞ്ഞു നിർത്താം. പിന്നെ ഉള്ളത് നമ്മൾ ചിട്ടയായിട്ട് റെഗുലറായിട്ട് നമ്മൾ രക്തപരിശോധന നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രമേഹം ആദ്യത്തെ ഒരു 10 വർഷത്തോളം വലിയ ബുദ്ധിമുട്ടുകളൊന്നും രോഗിയിൽ ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പലപ്പോഴും കാലതാമസം നേരിടാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ നമുക്ക് ഗർഭകാലത്ത് പ്രമേഹം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും പ്രമേഹ പരിശോധന നടത്തുന്നത് പ്രമേഹം കണ്ടുപിടിക്കാൻ വളരെയധികം സഹായിക്കും. ഇപ്പോൾ ഈ 6 മാസത്തിലൊരിക്കൽ നമ്മളിപ്പോൾ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഷുഗർ അത് നോക്കിയാലും, അല്ലെങ്കിൽ തന്നെ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, അതായത് 3 മാസത്തെ രക്തത്തിലെ പഞ്ചസാരയുടെ ശരാശരി അളവ് അറിയുന്ന ഒരു ടെസ്റ്റാണ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. അത് പരിശോധിച്ചാൽ നമ്മൾക്ക് പ്രമേഹം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ പ്രമേഹം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രത്യേക കാലയളവിൽ നമ്മളൊരു 6 മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ രക്തപരിശോധന നടത്തിയാലേ നമുക്ക് പ്രമേഹത്തെ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ പ്രമേഹ രോഗം സാധാരണ ഈ ഒരു പ്രമേഹ പൂർവാവസ്ഥയിൽ ഒരു 10-15 വർഷം അങ്ങനെ പോയിട്ടാണ് പിന്നെയാണ് നമുക്ക് പ്രമേഹ രോഗം ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രമേഹ രോഗം വരുന്നതിന് മുൻപ് തന്നെ പ്രമേഹ പൂർവാവസ്ഥയിൽ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതികളും വ്യായാമ മുറകളും ഒക്കെ പരിശീലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പ്രമേഹത്തെ തടഞ്ഞു നിർത്താൻ പറ്റും.